മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 70ഓളം റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വെട്ടിപ്പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡുകൾ നവീകരണ പ്രവൃത്തി ചെയ്യാത്തതിലും ഗുണഭോക്താക്കൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകുന്ന പ്രവൃത്തി നിർത്തിവെച്ചതിലും കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ജലം പാഴായി പോകുന്നതിലും പ്രതിഷേധിച്ചാണ് സമരം. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പനങ്ങോട് PHED റോഡ്, പൈപ്പ് ലൈൻ, തെങ്ങിലക്കടവ് റോഡ്, വൈത്തലക്കുന്ന് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച അവസ്ഥയിലാണുള്ളത്. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷന്റെ പ്രവൃത്തികൾ നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണിത്. ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അതോടൊപ്പം ജനപ്രതിനിധികൾ അനുഭവിക്കുന്നത് രണ്ട് ബുദ്ധിമുട്ടാണ് ഇത് മൂലം ഉണ്ടാകുന്നത്. ഒന്ന്, സമയബന്ധിതമായി കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്നില്ല. അതോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം, അവർക്ക് ഓരോ വർഷത്തേക്കും അനുവദിച്ച് കിട്ടുന്ന പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ട റോഡുകളുടെയും മറ്റു പ്രവൃത്തികളുടെയും പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചുള്ള ഫണ്ട് യഥാസമയം വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മൈമുന കടുക്കാഞ്ചേരി, TT അബ്ദുൽ ഖാദർ, KM അപ്പുക്കുഞ്ഞൻ, KE ഇസ്മായിൽ മാസ്റ്റർ, വിനോദ് VS രഞ്ജിത്ത്, NP അഹമ്മദ്, K ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. T രഞ്ജിത്ത്, പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, രജിത സത്യൻ, ജയശ്രീ ദിവ്യപ്രകാശ്, ഗീതാമണി, ശ്രീജ ആറ്റാഞ്ചേരി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.